നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ശക്തിയോടെയും കൂടെ സ്നേഹിക്കണം എന്നുള്ള വചനത്തെ മറന്നിട്ട് ദൈവത്തെക്കാൾ അധികമായി ഭൗതിക നന്മകളെ സ്നേഹിച്ചു. ആ ടെസ്റ്റ് പേപ്പറിൽ, ആ എക്സാമിനേഷനിൽ ഇവരെല്ലാം എഴുതി തോറ്റു. എന്നാൽ ഇതേ എക്സാമിനേഷൻ ദൈവം അബ്രഹാമിനിട്ടു. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ അബ്രഹാമിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നിന്റെ ഏക മകനെ നീ എനിക്ക് യാഗമായി തരണമെന്ന് ദൈവം ആവശ്യപ്പെട്ടു. നമുക്കറിയാം 100 വർഷം, 100ാമത്തെ വർഷം ലഭിക്കുന്ന പുത്രനാണ് ഐസക്. ലാഫ്റ്റർ, ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക്. 25 വർഷത്തെ കാത്തിരിപ്പാണ്. അബ്രഹാം പ്രോമിസ് കേൾക്കുന്നത് 75ാമത്തെ വയസ്സിലാണ്. 75ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനോട് ദൂതൻ പറയുന്നത് നിനക്കൊരു മകൻ ഉണ്ടാവുമെന്ന്. ആ പ്രോമിസ് ഫുൾഫിൽ ആകുന്നത് 25 വർഷം കഴിഞ്ഞാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കയ്യിലും തലയിലും വെച്ചുകൊണ്ട് നടക്കുന്ന തറേ വയ്ക്കാത്ത കൊച്ച്. അത്ര സ്നേഹം. ഏറ്റവും സ്നേഹിക്കുന്ന കുഞ്ഞ് താലോലിക്കുന്നു, കളിപ്പിക്കുന്നു, ചിരിക്കുന്നു, ഭയങ്കര സന്തോഷം. ഈ ഒരു ടൈമിൽ ദൈവം പറയുകയാണ്, നിന്റെ മകനെ നീ എനിക്ക് യാഗമായി തരണം. അവിടെ ദൈവം ഇട്ട പരീക്ഷ, നിന്റെ കുഞ്ഞിനെയാണോ നീ സ്നേഹിക്കുന്നത് അതോ എന്നെയാണോ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയണം. ആ പരീക്ഷ അബ്രഹാം എഴുതി ജയിച്ചു. ആ എക്സാം അബ്രഹാം എഴുതി ജയിച്ചു. ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, സാറേക്കാൾ അധികം അബ്രഹാം എന്നെ സ്നേഹിക്കുന്നു. ഇസഹാക്കിനേക്കാൾ അധികം അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുന്നു. തൻ്റെ എല്ലാറ്റിനേക്കാളും അധികം അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ, ദൈവത്തിന് ബോധ്യമായപ്പോൾ ദൈവം പറഞ്ഞു, ബാലന്റെ മേളിൽ നീ കൈവെക്കണ്ട, കത്തി വെക്കണ്ട. ആട്ടുകൊറ്റനെ ദേ അവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നീ മലമുകളിൽ കയറി വന്നതുപോലെ അല്ല താഴോട്ട് നീ ഇറങ്ങി പോകാൻ പോകുന്നത്. നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റാൻ പോകുകയാണ്. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും എന്ന് പറയത്തക്ക നിലകളിൽ ദൈവം അബ്രഹാമിനെ ഒരു ചരിത്രമാക്കി, ഒരു രാജ്യമാക്കി, ഒരു ജനതയുടെ ഫാദർ ഓഫ് ദ നേഷൻ, ഒരു ജനതയുടെ പിതാവാക്കി എൻ്റെ ദൈവം മാറ്റി.